പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ജൂലൈ മാസം 29 2020 വരെ നമ്മൾ വിശുദ്ധ മർത്തായുടെ തിരുനാളാണ് ഈ ജൂലൈ 29 ആഘോഷിച്ചിരുന്നത്. പക്ഷേ 2021 മുതൽ നമ്മുടെ മുൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മർത്തയുടെ മാത്രമല്ല, മർത്തയുടെ സഹോദരങ്ങൾ മറിയം, ലാസർ എന്നിവരുടെ കൂടി ഒരുമിച്ച് തിരുനാൾ ആഘോഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു. നമ്മളങ്ങനെ അതുകൊണ്ട് ഇന്ന് 3 പേരുടെയും ഒരുമിച്ചുള്ള തിരുനാൾ അനുസ്മരണമാണ്. നമുക്ക് ഒരു ഫാമിലിയെ ഒരുമിച്ച് അൾത്താരയിൽ ഇങ്ങനെ ഓർക്കുന്നത് അത് ഇവരുടെ ഫാമിലി ആയിരിക്കും. ഈശോയ്ക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധ കുർബാന ഒരു കൂട്ടായ്മയിൽ നമ്മളിങ്ങനെ അർപ്പിക്കുവാനായിട്ട് വന്നു ചേരുമ്പോൾ മറ്റൊരു കൂട്ടായ്മയാണ് ഗാർഹിക സഭ. അവിടെ നമുക്ക് ഒത്തിരി പരിശീലനം നടത്തേണ്ടതുണ്ട്, മാനുഷികമായ കാര്യങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്, വിശ്വാസ കാര്യങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം പാപ്പ ഇത് ഇങ്ങനൊരു കുടുംബത്തിൻ്റെ തിരുനാൾ അത് വളരെ പ്രാധാന്യത്തോടുകൂടെ അത് കൊണ്ടാടാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കും. നമുക്ക് ഈ തിരുനാൾ ഭക്തിയോടുകൂടെ ആചരിക്കാം. നമ്മുടെ ഈ ബലിയർപ്പണത്തിന് നമ്മൾ അയോഗ്യരാക്കുന്ന തെറ്റുകുറ്റങ്ങളും സ്നേഹക്കുറവുകളും നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ
കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശുദ്ധ മർത്തയുടെയും വിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ലാസറിൻ്റെയും ഭവനത്തിൽ അങ്ങേ പുത്രൻ ആതിഥ്യം സ്വീകരിക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഈ വിശുദ്ധരുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ സഹോദരരിൽ ക്രിസ്തുവിനെ വിശ്വസ്തയോടെ ശുശ്രൂഷിച്ച് സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ സ്വീകരിക്കാൻ അങ്ങ് അർഹരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ആരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കുകയും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മളും വസിക്കും എന്ന് നാം അറിയുന്നു. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ നാം വസിക്കുന്നു. അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ അത് കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിൽ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശപൂരിതരായി. അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്
അവരെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവീൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയിർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിൽ അവൻ ഉയിർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് ഉത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിശുദ്ധ മർത്തയുടെയും വിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ലാസറിൻ്റെയും തിരുനാൾ ഒരു കുടുംബത്തിൻ്റെ തിരുനാളാണ്. ഇത് ഈശോയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫാമിലിയായിരുന്നു. അത് ബൈബിളിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇവരെ ഈശോ വളരെയധികം സ്നേഹിച്ചിരുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. ലാസറിനെ പ്രത്യേകം പരിഗണിച്ചിരുന്നതായിട്ടും ഈ 11-ാമത്തെ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അപ്പോൾ ഈ വിധത്തിൽ ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ടായിരുന്നു. അതിന് കാരണം അവർ ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചിരുന്നു എന്നതാണ്. ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നെല്ലാം അവർ ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് ഈ വിശുദ്ധരുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ കുടുംബജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. കുടുംബത്തിലെ ചില കൂട്ടായ്മ, കുടുംബത്തിലെ സമ്പർക്കം, സ്നേഹം, ശുശ്രൂഷകൾ, പരസ്പര ധാരണ, ഇതൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു സുഹൃത്തെന്ന നിലയിലുള്ള സുഹൃത്തുക്കൾ, ഈശോയുടെ സുഹൃത്തുക്കളാകാനായിട്ടുള്ള വിളി. നമ്മളിപ്പോൾ ചിലപ്പോൾ അപ്പനോടും അമ്മയോടും ഒട്ടുമിക്ക കാര്യങ്ങളും പറയും, പക്ഷേ വളരെ പേഴ്സണലായിട്ടുള്ള ചില കൂട്ടുകാരോട് മാത്രം പറയുന്ന കാര്യങ്ങൾ പറയല. ഇല്ല, കൂട്ടുകാരും ചില പ്രായം എത്തുമ്പോൾ 10-20 വയസ്സൊക്കെ ആകുമ്പോൾ ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് മാതാപിതാക്കളോട് പറയില്ല.
പ്രായമെത്തുമ്പോൾ ചോദിക്കേണ്ട സംശയങ്ങൾ ചിലപ്പോൾ അപ്പനും അമ്മയോടും ചോദിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ചോദിക്കാൻ, പക്ഷെ കൂട്ടുകാരോട് ചോദിക്കും. ഇപ്പോൾ ഈശോ ഈ കുടുംബത്തെ ഒരു കൂട്ടുകാരെ പോലെ കണ്ടിരുന്നു. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അവരോട് ഒരു സ്നേഹബന്ധം ഈശോ പുലർത്തിയിരുന്നു. ഇത് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോഴും ഇവർ ഈശോയുടെ കൂടെ ആയിരുന്നു എന്ന കാര്യം നമ്മളെ വിലക്കെടുക്കുമ്പോഴും കുടുംബ പ്രാർത്ഥനയുടെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈശോയുടെ കൂടെ ആയിരിക്കാൻ ഇവർ പരിശ്രമിച്ചിരുന്നു. ഇത് 12-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവന് അത്താഴമൊരുക്കി. അത് തൈലാഭിഷേകത്തിൻ്റെ വായനയാണ്. അവൻ അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറുമുണ്ടായിരുന്നു. അപ്പോൾ കൂടെയിരിപ്പ് അത് യഥാർത്ഥത്തിൽ കുടുംബ പ്രാർത്ഥനയാണ്. കൂടെയിരിപ്പ് നമുക്ക് നമ്മുടെ വീടുകളിൽ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ, അതാണ് പ്രധാന പ്രതിഷ്ഠ. ചില കുടുംബങ്ങളിൽ കുടുംബത്തിൻ്റെ പ്രതിഷ്ഠ നടത്താറുണ്ട്. അപ്പോൾ ഇത് ഒരാളെ വിളിച്ച് വീട്ടിൽ ഇങ്ങനെ ക്ഷണിച്ചിരുത്തിയിരിക്കുക, എന്നിട്ട് പള്ളിയിലച്ഛനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വീട് വെഞ്ചരിക്കുമ്പോൾ ആ രൂപമൊക്കെ വെഞ്ചരിച്ച് പ്രതിഷ്ഠയൊക്കെ നവീകരിച്ച് അങ്ങനെ ഒരാളെ അവിടെ ഇരുത്തിയിരിക്കുക. അപ്പോൾ ഈശോ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴും ഈശോയോട് കാണിക്കുന്ന അവരുടെ സ്നേഹം, ഈശോയുടെ കൂടെ ഇരിക്കാനുള്ള അവരുടെ സ്നേഹം, ഒരു പരിചരിച്ചും കൂടെ ഇരുന്നും ഭക്ഷണത്തിന് ഒരുമിച്ചൊക്കെ ഇരുന്നും ഈശോയുടെ കൂടെ ഇരിക്കുന്ന ഒരു രീതി. നമ്മുടെ വീട്ടിൽ അച്ഛന്മാരാരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അച്ഛനെ അവിടെ വാതിക്കൽ ഇരുത്തിയിട്ട് നമ്മൾ പിന്നാമ്പുറത്ത് അടുക്കള ഭാഗത്ത് പോയിരിക്കുമോ? നമ്മൾ അച്ഛൻ്റെ കൂടെ ഇരിക്കും. ആ കൂടെ ഇരിപ്പ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈശോയെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുക. അങ്ങൻ്റെ ഭവനത്തിൽ രാജാവായി വാഴണമേ, എൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞ് ഈശോയെ വിളിച്ചിരുത്തി. എന്നിട്ട് ഈശോയുടെ കൂടെ ഇരിക്കുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ? ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ ഒന്ന് ആ വഴിയിലൂടെ, ആ മുറിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ ആ മുഖത്തേക്ക്, ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടോ? സങ്കടങ്ങൾ വരുമ്പോൾ മറ്റു പലരോടും പരാധീനതകൾ പറഞ്ഞ്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സങ്കടത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ മറ്റു പല ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആശ്രയം വെക്കുമ്പോഴും എൻ്റെ വീട്ടിലിരിക്കുന്ന ഈശോയോട് പറയാൻ ശ്രമിച്ചു. എൻ്റെ വീട്ടിലിരിക്കുന്ന ഈശോയോട് ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും. അതാണ് കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന ചൊല്ലാത്തത് പാപമാണോ എന്നെനിക്കറിയില്ല. കാരണം ചിലപ്പോഴിങ്ങനെ ചൊല്ലിവിടും, മനസ്സെവിടെയെങ്കിലും ആയിരിക്കും, അങ്ങനെ ചൊല്ലിയിട്ടും കാര്യമില്ല. പക്ഷേ അങ്ങനെ ചൊല്ലിയാൽ ഒരർത്ഥത്തിൽ അത് ഗുണകരമാണ്. കാരണം ദൈവനാമം നിറയുന്നത് കൊണ്ട് ആ സ്ഥലത്തിന് അത് ഉപകാരമാവും. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. കാരണം അങ്ങനെ പറയുന്നത് ഈ വാചിക പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിവിടുന്നത് കൊണ്ടാണ്. ശരിക്കും അത് ഈശോയോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈശോയോട് സംസാരിക്കുന്ന വിധത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥന ഒരിക്കലും മടുപ്പ് തോന്നിയല്ല. അപ്പോൾ ഈശോയുടെ കൂടെ ഇരിക്കുക, അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. കുടുംബ പ്രാർത്ഥന. ഇന്ന് ഈ കുടുംബത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈശോ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുമോ? അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാവുമോ? അപ്പോൾ നമ്മുടെ വീട്ടിൽ പുരോഹിതനാൽ വെഞ്ചരിക്കപ്പെട്ട് അങ്ങനെ ഈശോ യഥാർത്ഥത്തിൽ വന്ന് നിൽക്കുന്നത് പോലെ കണ്ട് നമ്മൾ ബഹുമാനിക്കുന്ന ആ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ചില കുടുംബങ്ങളിൽ പുതിയ വീടൊക്കെ പണിയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആ പഴയ ഫോട്ടോ ഒന്ന് എടുത്ത് മാറ്റിയല്ല. കാരണം അതിനൊരു പ്രാധാന്യമുണ്ട്. അത് അപ്പൻ വാങ്ങിച്ചു വെച്ച രൂപമാണ്. അവിടെ കുറെ പ്രാർത്ഥനകൾ നിലനിൽക്കുന്ന രൂപമാണ്. പ്രാർത്ഥന കിട്ടി അനുഗ്രഹം പ്രാപിച്ച രൂപമാണ്. അതുകൊണ്ട് ആ രൂപം എനിക്ക് വിട്ടുകളയാൻ പറ്റുകയില്ല. അതാണ് ഈശോയുടെ ഒരു യഥാർത്ഥ സാന്നിധ്യം പോലെ തോന്നുന്ന രൂപമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ രൂപം. പ്രാർത്ഥിച്ച് ആ രൂപങ്ങളെ അഭിഷേകമുള്ളതാക്കി മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്. ഇല്ല, ചില പള്ളികളിൽ അങ്ങനെ രൂപങ്ങളെങ്ങനെ വിശുദ്ധമാകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രധാന ബസലിക്കയിൽ മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം എന്തുകൊണ്ടാണ് വിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നത്? ചേർത്തല തങ്കിപ്പള്ളിയിലെ കർത്താവിൻ്റെ അത്ഭുത രൂപം എന്തുകൊണ്ടാണ് വിശുദ്ധ രൂപമായിട്ട് മാറിയിരിക്കുന്നത്? അത് അവിടെ പ്രാർത്ഥിച്ച് രൂപത്തിലേക്ക് വലിയ അനുഗ്രഹം വന്നിരിക്കുക. പിന്നെ ആരെങ്കിലും അതിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് പ്രാർത്ഥിക്കാത്ത ആളുകൾക്ക് പോലും ആ പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം ഇങ്ങനെ ബുമറാങ് പോലെ തിരിച്ചു വരും.
അത് വലിയൊരു അനുഗ്രഹമല്ലേ? നമ്മുടെ കുടുംബത്തിൽ കുറച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. അപ്പോൾ കുറേ പ്രാർത്ഥിക്കുന്നവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ രൂപം അനുഗ്രഹമാക്കുമ്പോൾ പ്രാർത്ഥിക്കാത്തവർ വെറുതെ ഒന്ന് കടന്നു പോയാൽ പോലും അവർക്ക് അനുഗ്രഹമാവും. അപ്പോൾ കുടുംബ പ്രാർത്ഥന ഇന്നത്തെ ദിവസം വളരെയധികം ഈശോയെ കൂടെ ഇരുത്തുക, കൂടെയുള്ള ഈശോയെ ഒന്ന് മൈൻഡ് ചെയ്ത് വിടുക. ഈശോ ഉള്ളതുപോലും ഒന്ന് വിചാരം പോലും ഇല്ലാതെ കടന്നു പോകല്ലേ. ഈശോയെ അവിടെ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, വിശ്വാസ പരിശീലനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ വിചാരിക്കും മറിയമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തതെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മറിയം ബെസ്റ്റാണെന്ന് വിചാരിക്കും. പക്ഷേ മർത്തായുടെ ഭാഗം ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും മർത്ത ഒന്നിനൊന്ന് മെച്ചമാണ്. മർത്ത അത് യോഹന്നാന്റെ സുവിശേഷം 11-21 മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇതിപ്പോൾ മർത്ത പറയുമ്പോൾ അപ്പം മറിയം കുറഞ്ഞു പോയോ? അല്ല, മറിയവും അത് തന്നെ പറയുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 11-32 മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അപ്പോൾ ഒന്നോർത്തൊക്കെ, വിശ്വാസ പരിശീലനം കുടുംബത്തിൽ ഒന്നിനൊന്ന് മെച്ചം. ചേട്ടൻ മാത്രമല്ല പ്രാർത്ഥിക്കുന്ന, ചേച്ചി മാത്രമല്ല പ്രാർത്ഥിക്കുന്ന, രണ്ടുപേരും വിശ്വാസ പരിശീലനത്തിൻ്റെ കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചം. അതാണ് ഒന്നിനൊന്ന് മെച്ചം പോലെയാണ് അത് നമ്മൾ ധ്യാനിക്കണം. ഇനി മർത്തയെക്കുറിച്ച് വീണ്ടും, അപ്പോൾ എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അതായത് ഈശോയോടാണ് പറയുന്നത്. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. ഈശോ ദൈവത്തോട് പറഞ്ഞാൽ അതെല്ലാം എനിക്ക് തരും എന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ത്രിത്വൈക ദൈവം കാറ്റഗിസത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ പഠിക്കേണ്ട കാര്യമാണത്. ദൈവത്തിൽ 3 ആളുകൾ. അപ്പം കാറ്റഗിസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഇവൾക്കറിയാം, കാറ്റഗിസം അറിയാം. വിശ്വാസ പരിശീലനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവ് വേണം, അറിവിന്മേലാണ് അഭിഷേകം ഉണ്ടാകുക. വിശ്വാസത്തെക്കുറിച്ച് അറിവ് വേണം. മറിയം 3-ാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവളാണ്. അതുകൊണ്ടാണ് മറിയത്തിന് ദൈവദൂതൻ വന്ന് ഇതാ കർത്താവിൻ്റെ ദാസി, ഇങ്ങനെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മറുപടി പറയത്തക്ക വിധം ഇപ്പോൾ മർത്ത ഈശോയോടിങ്ങനെ ചോദ്യത്തിന് ഉത്തരമെന്ന് ഒരു ആലോചനയുമില്ലാതെ മറുപടി പറയുന്നത് പോലെ കർത്താവിൻ്റെ മാലാഖയുടെ മുമ്പിൽ മറിയത്തിന് മറുപടി പറയാൻ പറ്റിയത്, ഒന്ന് ആലോചിക്കട്ടെ മാലാഖെ എന്ന് പറയാതെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പറയാൻ സാധിച്ചത് വിശ്വാസ പരിശീലനമുള്ളത് കൊണ്ടാണ്. ആരെങ്കിലും വന്നിട്ട് മറിയം ദൈവത്തിൻ്റെ അമ്മയല്ല എന്ന് പറയുമ്പോൾ അവർക്കറിയാവുന്ന വചനങ്ങൾ വെച്ചിട്ട് അവർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് മറുപടി പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? മറിയം ദൈവത്തിൻ്റെ അമ്മയല്ലെന്ന് നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അമ്മയാണ് മറിയം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇനി എങ്കിൽ ഒന്ന് തെളിയിക്ക് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഒരു 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കുടുംബ കൂട്ടായ്മയിൽ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഈശോയുടെ അമ്മയാണ് മറിയം. കാരണം ഈശോ ദൈവമാണ്, അതുകൊണ്ട് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്. ഈശോ ദൈവമാണ്, അതുകൊണ്ട് ഈശോയുടെ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ്. സിമ്പിൾ ലോജിക്. ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും വേർതിരിക്കാൻ പറ്റില്ല. നമുക്കിന്ന് ഈ കുടുംബത്തിൽ ഈശോയുടെ പെരുമാറ്റം കാണുമ്പോൾ ഈശോ പരിപൂർണ മനുഷ്യനാണ്. എന്നാൽ മർത്ത പറയുന്നത് കണ്ടോ, നീ ദൈവം നിനക്ക് തരും, നീ ചോദിക്കുന്നതും ദൈവം നിനക്ക് തരും, ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും ഒരേ സമയം മർത്ത പറയുന്നത് കണ്ടോ? ഈ കുടുംബത്തിൽ നമ്മൾ കാണുന്നത് കണ്ടോ? അങ്ങനെ ഒരു ദൈവ മനുഷ്യന് ജന്മം കൊടുത്ത പരിശുദ്ധ മറിയം മനുഷ്യനായ ഈശോയുടെ അമ്മ മാത്രമല്ല, ദൈവമായ ഈശോയുടെ അമ്മയാണ്. അപ്പോൾ മറിയം ദൈവമാതാവാണ്. ഇത് നമുക്ക് അവരോട് പറയാൻ പറ്റുമോ? അപ്പോൾ വിശ്വാസ പരിശീലനമില്ലെങ്കിൽ നമ്മളൊരു ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയും? എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരില്ലേ? അപ്പം നമ്മൾ തോറ്റുപോയില്ലേ? തോറ്റു കൊടുക്കരുത്. അതാണ് മർത്ത ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനം ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ ജീവിക്കും, എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരിക്കലും മരിക്കുകയില്ല
ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇത് വിശ്വസിക്കണം. ഈശോ പുനരുത്ഥാനവും ജീവനുമാണെന്ന് വിശ്വസിക്കണം. ഈശോയുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടവരാണ് നമ്മളെന്ന് വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ചില ക്രമീകരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് തീർന്നു പോകും. അങ്ങനെ ഒരു പരലോകമില്ല, സ്വർഗലോക ജീവിതമില്ല എന്ന് വിചാരിക്കുന്നത് കണക്കാണ് നമ്മുടെയൊക്കെ ചില ജീവിത രീതികൾ. അപ്പോൾ വിശ്വാസ പരിശീലനം ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിശ്വാസ പരിശീലനത്തിന്മേലാണ് അഭിഷേകമുണ്ടാകുക. അറിവില്ലായ്മയാണ് പല കെണികൾക്കും കാരണം. അപ്പോൾ അതുകൊണ്ടാണല്ലോ, അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കുടുംബത്തിലൊക്കെ പ്രാർത്ഥിക്കുകയും പള്ളിപ്പോവുകയും ചെയ്യുന്ന ചില അമ്മമാർ വന്നിട്ട് മക്കളോട് ഇവിടെ ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോല് പൂട്ടാനും പറയുന്നത്. ഇത് ദൈവമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെന്ന്, ദുരാചാരമാണെന്നും എന്തേ അറിവില്ലാത്തത്? കാറ്റഗിസം പഠിച്ചിട്ടില്ലേ? 1-ാം പ്രമാണ ലംഘനമാണെന്ന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകാത്തത്? അപ്പോൾ വിശ്വാസ പരിശീലനവും അറിവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവില്ലായ്മയാണ് വളരെ വലിയ തെറ്റിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇനി 3-ാമത്തെ ഒരു കാര്യം, മാനുഷികമായൊരു വളർച്ച ഈ കുടുംബത്തിലുണ്ട്. മാനുഷികമായ വളർച്ച. ഇപ്പോൾ മർത്ത പറഞ്ഞു, അവളത് എന്നെ തനിയെ വിട്ടിരിക്കുന്നു, എന്നെ സഹായിക്കാൻ പറയും. അവളത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈശോ ഈ നല്ല ഭാഗത്തെക്കുറിച്ച് പറയലായിരുന്നു. ഇനി മർത്ത വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മർത്ത അത് 11-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിൽ ഇത്രയും വിശ്വാസ പരിശീലനത്തിൻ്റെ ചില കാര്യങ്ങൾ വളരെ ബോധ്യത്തോടെ പറഞ്ഞ മർത്ത ഒരു തെറ്റ് പറയുന്നുണ്ട്. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. ഇത് ഇനി നടക്കാൻ പോകുന്നില്ല, 4-ാം ദിവസമായി, ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഒരു സംശയം അവിടെ ഉണ്ട്. നമുക്കിത് പറ്റുന്നതാണ്. നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. പക്ഷേ ചില നേരങ്ങളിൽ നമ്മൾ സംശയിച്ചു പോകും. ദൈവം ഉണ്ടോ? ദൈവം എന്നെ സഹായിക്കുമോ? ദൈവത്തിന് വല്ലതും നടക്കോ എന്ന് നമ്മൾ സംശയിക്കും. ഇതൊരു കുടുംബത്തിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈശോ ഇതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. നല്ല ഭാഗം തിരഞ്ഞെടുത്ത കാര്യം പറയുന്നത് ഈശോ ഉടനടി മറുപടി കൊടുക്കുന്നുണ്ട്. ഇവിടെയും ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഈശോ പറയുകയാണ്, യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുന്നു. അപ്പോൾ അവർക്കൊരു വിശ്വാസക്കുറവ് അവിടെ ഉണ്ടായി. അപ്പോൾ വിശ്വാസം, അത് കുടുംബത്തിൽ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തുക, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ തിരുത്താൻ പറ്റും. ഇവർ ഇതിൽ മർത്ത ഒരു മറുപടിയും പറയുന്നില്ല. മറുത്തൊരു ആ തിരുത്തലുകളൊക്കെ സ്വീകരിക്കുകയാണ്. നല്ല ഭാഗത്തിൻ്റെ കാര്യം പറയുമ്പോഴും വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കയില്ലേ എന്ന് പറയുമ്പോഴും മർത്ത പിന്നെ അങ്ങനെ ഒരു മറുപടി ഇല്ല. അതവൾ സ്വീകരിക്കുന്നു. തിരുത്തലുകൾ കുടുംബത്തിൽ സ്വീകരിക്കണം. അങ്ങനെ കുടുംബത്തിൽ തിരുത്തലുകൾ സ്വീകരിക്കണമെങ്കിൽ കുടുംബത്തിൽ ഒരാൾ മാത്രം മതിയോ? ഒരു 2-3 മക്കളെങ്കിലും വേണ്ടേ? ഈ കുടുംബത്തിലെ 3 മക്കൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കാര്യങ്ങൾ പഠിക്കാൻ കുടുംബത്തിൽ മക്കൾ വേണം. ഒരു കുടുംബത്തിൽ ഒരു 17 വയസ്സുള്ള മകളും, അവൾ നല്ല വിശ്വാസ പരിശീലനത്തിൽ വളർന്ന ഒരു മകളാണ്. പെട്ടെന്ന് അവൾക്കൊരു പ്രണയമുണ്ടായി അന്യമതസ്ഥരുമായിട്ട്. അവൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ നാളുകളിൽ അവർക്ക് മൂത്ത മകൾക്ക് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ അവർക്ക് 2ാമതൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞുണ്ടായിരുന്നത് കൊണ്ട് ഈ മകൾ ഇറങ്ങിപ്പോയപ്പോൾ അപ്പനും അമ്മയ്ക്കും അത് താങ്ങാൻ പറ്റി, അല്ലെങ്കിൽ അവർ തകർന്നു പോയേനെ. അപ്പോൾ പലരും പറഞ്ഞു, ഈ കൊച്ചിനെ നിങ്ങൾക്ക് തന്നത് ഭാവിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ ഒരു അനർത്ഥം കുടുംബത്തിൽ വന്നു പെട്ടേക്കാം, അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊച്ചിനെ കൂടി തന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പറയുന്നവരും ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ തന്നെയായിരിക്കും നിങ്ങൾക്കൊരു താങ്ങായി മാറുക. അതുകൊണ്ട് കുടുംബത്തിൽ മക്കൾ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാനുഷികമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തിരുത്താനും കുടുംബത്തിൽ മക്കൾ വേണം. ഒരൊറ്റ കൊച്ച് എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ തിരുത്തും, എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കും? കുടുംബത്തിൽ മക്കൾ വേണം. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ ലാറ്റിൻ കുർബാനയിലും 2ാമത്തെ കുർബാന പ്രാർത്ഥനയുണ്ട്. കുർബാന വാഴ്ത്തുന്ന പ്രാർത്ഥനകൾ 4 എണ്ണമാണുള്ളത്. അതിൽ 2ാമത്തെ പ്രാർത്ഥനയിലും അത് വിശ്വാസത്തിൻ്റെ രഹസ്യമെന്ന് ആ
പ്രത്യുത്തരണം കഴിയുമ്പോഴും അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് എന്ന് പറയുന്നൊരു പ്രാർത്ഥനാ വചനമുണ്ട്. അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും. അപ്പോൾ ഈ മർത്ത പരിചരിച്ചു എന്ന് നമ്മൾ പലതവണ കാണുന്നുണ്ട്. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഞാൻ ഇങ്ങനെ അവൾ പല കാര്യങ്ങളും ചെയ്ത് ശുശ്രൂഷയിൽ ഇങ്ങനെ വ്യാപൃത ആയിരിക്കുകയാണ്. മർത്ത പരിചരിച്ചു എന്ന് അത് യോഹന്നാന്റെ സുവിശേഷം 12-2 പറയുന്നുണ്ട്. അവൻ അത്താഴം ഒരുക്കി മർത്ത പരിചരിച്ചു. എന്നാൽ അപ്പം മറിയം ഒന്നും ചെയ്തില്ല. മറിയം വെറുതെ ഇരിപ്പായിരുന്നോ? മറിയം വളരെ ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് 12-ാമത്തെ അധ്യായം യോഹന്നാൻ 12:3 മറിയം വിലയേറിയതും ശുദ്ധവുമായൊരു കുപ്പി നാർദിൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇത് യൂദാസ് കറിയോത്ത അതിനെക്കുറിച്ച് പെറുപെറുക്കുന്നുണ്ട്. അപ്പം ഈശോ പറഞ്ഞു, അവളെ തടയണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് കരുതിക്കൊള്ളട്ടെ. അപ്പോൾ ഇത്രയും പരിചരണത്തിൻ്റെ കാര്യത്തിലും വിശ്വാസ പരിശീലനത്തിൻ്റെ കാര്യത്തിലും മർത്തയും മറിയവും ഒന്നിനൊന്ന് മെച്ചമായിട്ട് കിടപിടിച്ച് നിൽക്കുകയാണ്. അതുപോലെ വളരാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥന തന്നെയാണ്, കുടുംബത്തിലെ ഈശോയുടെ സാന്നിധ്യം തന്നെയാണ്. ഇവരെ 3 പേരെയും ചേർത്ത് പിടിച്ചത് ഈശോയുടെ സാന്നിധ്യമാണ്. മരണപ്പെട്ടു പോയ, എവിടെയൊക്കെ മരണപ്പെട്ടു പോയ ബന്ധങ്ങളിൽ മരണപ്പെട്ടു പോയവരുണ്ടാകാം, എവിടെയെങ്കിലുമൊക്കെ കുറേ നാളുകളായിട്ട് മിണ്ടിയിട്ടില്ലാത്തവരുണ്ടാകാം. 4 ദിവസമായിട്ട് ഇയാൾ ഇല്ല, അവിടെ ജീവനില്ല. അങ്ങനെ ജീവനില്ലാതെ ജീവിക്കുന്നവർ കുടുംബത്തിലുണ്ടാകും. പക്ഷേ ഈശോയുടെ സാന്നിധ്യം ജീവൻ വെപ്പിക്കും. ഈശോയുടെ സാന്നിധ്യം നമ്മളെ ഉയർപ്പിക്കും. ഈശോയുടെ സാന്നിധ്യം നമ്മളെ സഹായിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈശോയെ കൂടെ ഇരുത്തുക. ഈശോ കൂടെയുള്ള നമ്മുടെ ഈശോയുടെ പ്രതിഷ്ഠയെ ഒക്കെ നമുക്ക് നിസ്സാരമായിട്ട് കരുതാതെ അതിനൊക്കെ നമുക്ക് വിലമതിക്കാം. ഞങ്ങളെ ഒരു കോട്ടക്കുള്ളിൽ എന്ന പോലെ ഇവരെ അങ്ങ് പൊതിഞ്ഞു പിടിച്ചതുപോലെ ഞങ്ങളെയും പൊതിഞ്ഞു പിടിക്കണമേ. ഒരു കോട്ടക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ നീ എനിക്കേകണമേ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ആമേൻ. ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയാ സ്നേഹദായക ജീവദായക സ്വീകരിക്കുകീ പൂവുകൾ. കണ്ണുകൾക്കു നീ പുതിയ കൈത്തിരി, കാതുകൾക്കു നീ മാധുരി, കണ്ണുനീരിലും കാൺമു പുഞ്ചിരി, കാഴ്ച നൽകിടാ മഞ്ചരി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ,
ഈ വിശുദ്ധരുടെ സ്നേഹാദരങ്ങൾ അങ്ങേക്ക് പ്രീതികരമായി തീർന്ന പോലെ ഞങ്ങളുടെ ശുശ്രൂഷാ ദൗത്യവും അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങ് ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥ്യം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറാനും മഹത്വത്തിൻ്റെ അക്ഷയ കിരീടം അവരോടുകൂടെ കരസ്ഥമാക്കാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഇടയാക്കുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും
രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ സഹായ രാജ്മിത്രാനോടും വൈദിക ഗണത്തോടുമൊത്തു സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടും തിരുകുളഞ്ഞയുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായി പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കനിയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ
അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാളെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാളെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാളെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ നിത്യസ്മാരകമായ ദിവ്യകൂദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണ്ണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ
ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ